കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ആഗോളതലത്തിൽ വളരെ ശക്തമാണെന്ന് നമുക്കറിയാം. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ, എത്രയോ ധ്യാനങ്ങൾ, ഏതെല്ലാം തരത്തിൽ നടക്കുന്ന ധ്യാന പരിപാടികൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ കരിസ്മാറ്റിക് ആത്മീയതയിൽ ഊന്നൽ കൊടുക്കുന്ന എത്രയോ വ്യക്തികളും പ്രസ്ഥാനങ്ങളും. അതേസമയം കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം പലതരത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. സഭയ്ക്കുള്ളിൽ നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ അതിനെതിരെ ഉയരുന്നത് നമുക്കറിയാം. കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ഒരു സമാന്തര സഭയാണെന്ന് പറയുന്നവരുണ്ട്. വരങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നെന്ന് പറയുന്നവരുണ്ട്. നവീകരണ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് യുക്തിരഹിതരായ വികാരജീവികളാണ് എന്ന് പറയുന്നവരുണ്ട്. പഴയ നിയമം കൂടുതൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. നേരെ തിരിച്ചും കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിലുള്ളവർ അതിൽ അംഗങ്ങളല്ലാത്തവരെ വിമർശിക്കാറുണ്ട്. പല തരത്തിൽ അംഗങ്ങളല്ലാത്തവർക്ക് കൃപയില്ല, അനുഗ്രഹമില്ല, അഭിഷേകമില്ല, വെറും ബുദ്ധിജീവികൾ മാത്രമാണ്, ബുദ്ധിയേ ഉള്ളൂ, യുക്തിയേ ഉള്ളൂ, വരമില്ല, കൃപയില്ല എന്ന് ആക്ഷേപിക്കുന്നവരുമുണ്ട്. ഫലത്തിൽ ഈ രണ്ട് സംഗതികളും ഒരുതരം സമാന്തര പാതയിൽ കുറച്ചെങ്കിലുമൊക്കെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ വാസ്തവത്തിൽ എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത്? യഥാർത്ഥത്തിൽ സഭ മുഴുവനുമുള്ള ഒരു സ്വഭാവവിശേഷമാണ് കരിസ്മാറ്റിക് സ്വഭാവം എന്നുള്ള കാര്യം. അതായത് കരിസ്മാറ്റിക് സ്വഭാവം എന്നുള്ളത് ഏതെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയോ ഏതെങ്കിലും നവീകരണ പ്രസ്ഥാനത്തിൻ്റെയോ അല്ല, മറിച്ച് സഭ മുഴുവൻ്റെയും സ്വഭാവമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 1967 ആരംഭിച്ച കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെപ്പറ്റി എല്ലാവരും പറയാറുണ്ട്. അമേരിക്കയിലെ ഡുഖെയ്ൻ യൂണിവേഴ്സിറ്റിയിൽ 1967 ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സംഭവിച്ച വലിയ അഭിഷേകത്തെക്കുറിച്ചും അവിടെ നിന്ന് തുടങ്ങുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെക്കുറിച്ചും. എന്നാൽ അതിനു മുമ്പ് അനേക പതിറ്റാണ്ടുകളിൽ സംഭവിച്ച മറ്റ് സംഗതികളുണ്ട്. എലേന ഗുവേറ എന്നൊരു ഇറ്റാലിയൻ സമർപ്പിതയ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഒബ്ലേറ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന പേരിൽ ഒരു സന്യാസ സമൂഹം ആരംഭിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. ഈ എലേന കർത്താവിൽ നിന്ന് അനേകം സന്ദേശങ്ങൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനോട് വലിയ ഭക്തിയുള്ള ആളുമായിരുന്നു. ഇവർ 12 കത്തുകൾ വളരെ രഹസ്യമായിട്ട് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ലയോ 13 അയച്ചു. 1895 മുതൽ 1903 വരെയുള്ള കാലയളവിലാണ് ഇവർ കത്തുകൾ അയച്ചത്. ഈ കത്തിൻ്റെ ചുരുക്കം ഇതാണ്: പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സഭ കൂടുതൽ ശക്തമാവണം, പരിശുദ്ധാത്മാവിനോട് കുറേ കൂടെ തുറവിയുണ്ടാകണം, മാർപ്പാപ്പ ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. മാർപ്പാപ്പ ഈ കത്തുകളെ ഗൗരവമായിട്ടെടുത്തു. അദ്ദേഹം പരിശുദ്ധാത്മാവിനെ കൂടുതലായി സ്വീകരിക്കാൻ സഭയെ ഒരുക്കാൻ തയ്യാറായി. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ആദ്യത്തെ ചാക്രിക ലേഖനം ലയോ 13 മാർപ്പാപ്പ 1897 എഴുതുന്നത്. ആ ചാക്രിക ലേഖനത്തിൻ്റെ ലത്തീൻ പേര് ദിവീനും ഇല്ലൂത് മൂനുസ് എന്ന പേരിലാണ്. അങ്ങനെ ഈ ആദ്യത്തെ ചാക്രിക ലേഖനം എഴുതി. അതുപോലെ 20-ാം നൂറ്റാണ്ടിനെ വരവേൽക്കുന്ന ആ സമയത്ത് പിന്നീട് വളരെ പ്രസിദ്ധമായി തീർന്ന ഒരു ലത്തീൻ പ്രാർത്ഥനാ ഗീതം ആലപിക്കാനിടയായി. വേനി ക്രയാത്തോർ സ്പിരിത്തുസ്, സൃഷ്ടാവായ ആത്മാവേ വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് ലയോ 13 മാർപ്പാപ്പയുടെ കാലത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സഭയെ സജ്ജമാക്കാൻ വേണ്ടി പാടിത്തുടങ്ങിയ ഗീതമാണ്. പിന്നീട് യോഹന്നാൻ 23 മാർപ്പാപ്പയും 2-ാം വത്തിക്കാൻ കൗൺസിലും പരിശുദ്ധാത്മാവിനെ കൂടുതലായി സഭ സ്വീകരിക്കണമെന്നുള്ള അവബോധത്തിലേക്ക് സഭയെ വളർത്തി എന്നുള്ള കാര്യം സത്യമാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം 1967 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ ഡുഖെയ്ൻ യൂണിവേഴ്സിറ്റിയിൽ എപ്പിസ്കോപ്പേലിയൻ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നടന്ന വലിയ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി ചിന്തിക്കാനും അത് പിന്നീട് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായിട്ട് മാറിയ കഥയും നമ്മൾ വിലയിരുത്താനും മനസ്സിലാക്കാനും. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക സംഭവത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് പറയാമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തെക്കുറിച്ച് അല്ലെങ്കിൽ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് വിശാലമായ ഒരു പശ്ചാത്തലവും വിശാലമായ ഒരു പരിപ്രേക്ഷ്യമുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ്. ആദ്യത്തെ പെന്തക്കുസ്തായിൽ പിറന്നത് സഭയാണ്. ആദ്യത്തെ പെന്തക്കുസ്തായിൽ പിറന്നത് പ്രാർത്ഥനാ ഗ്രൂപ്പല്ല. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞ ഒരു സഭയാണ് ഉണ്ടായത്, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പല്ല ഉണ്ടായത്. അതുകൊണ്ട് അടയാളങ്ങളും വരങ്ങളും നിറഞ്ഞ ഒരു സഭയാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്.
ഇത് മനസ്സിലാക്കിയിട്ടാണ് വിശുദ്ധ പൗലോസ് റോമാക്കർക്കുള്ള ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവനല്ല. ഇത് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ അംബ്രോസ് പറഞ്ഞു, ആത്മാവ്, പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ ക്രിസ്തുവുമുണ്ട്. ക്രിസ്തു ജീവിതത്തോടും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തോടും ബന്ധപ്പെടുത്തി എപ്പോഴും കണ്ട കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും എന്ന് നമ്മൾ ഓർക്കണം. അതായത് ഈ വരങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ടവരുടെ സ്വകാര്യ സമ്പാദ്യമോ സ്വകാര്യമായിട്ടുള്ള സമ്മാനവുമല്ല, മറിച്ച് അത് സഭ മുഴുവൻ്റേതുമാണ്. വാസ്തവത്തിൽ വരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരാളുടെ ഉള്ളിലും അയാളുടെ ചുറ്റുപാടും നിറയുമ്പോൾ അത് പ്രകടമായിട്ട് കാണാനാവുന്ന അടയാളങ്ങളാണ് വരങ്ങൾ എന്ന് പറയുന്നത്. അത് വ്യക്തികൾക്ക് ബാധകമാണ്, ചെറിയ സമൂഹങ്ങൾക്ക് ബാധകമാണ്, സഭയ്ക്കും ബാധകമാണ്. അതായത് സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തമാകുമ്പം പ്രകടമാകുന്ന ഒരു രൂപമാണ് വരങ്ങൾ എന്ന് പറയുന്ന കാര്യം. അത് പലതരത്തിലുള്ള വളരെ പ്രകടമായ, നാടകീയം എന്ന് ഞാൻ പറയുന്നില്ല, വളരെ വ്യക്തമായ വരങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ വളരെ സാധാരണമെന്ന് പറയാവുന്ന വരങ്ങളുണ്ടാകാം. പ്രവചനവരം, രോഗശാന്തി വരം, വ്യാഖ്യാനവരം, ഭാഷാവരം, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വരങ്ങളാണ്. അതുപോലെ തന്നെ അത്രയും ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിലും ഭരണകർത്താക്കൾക്ക് ഭരണവരം, അല്ലെങ്കിൽ പ്രബോധനങ്ങൾ കൊടുക്കാനുള്ള വരം, പ്രവാചകരുടെ വരം, സഹായം കൊടുക്കാനുള്ള വരം, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ തന്നെയാണ്. ശ്രദ്ധിക്കപ്പെട്ടാലും ഇതെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ പലതരത്തിൽ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പ്രകടമായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഒരു ഘട്ടത്തിൽ ഈ വരങ്ങളുടെ സാന്നിധ്യം പുറകോട്ട് പോവുകയും പകരം സഭയിലെ ഹയറാർക്കി മുന്നോട്ട് വരികയും ചെയ്തു, അല്ലെങ്കിൽ പ്രകടമാവുകയും ചെയ്തു. ഘടനാപരമായ കാര്യങ്ങൾ പ്രകടമാവുകയും വരങ്ങൾ പുറകോട്ട് നീങ്ങുകയും ചെയ്തു. അതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ പറയാവുന്ന പ്രകടമായ 2 കാരണങ്ങൾ, തുടക്കത്തിലുള്ള 2 കാരണങ്ങൾ. സഭയിൽ പലതരത്തിലുള്ള പ്രവാചകന്മാർ മുന്നോട്ട് വന്നു, പലതരത്തിലുള്ള വെളിപാടുകൾ പറഞ്ഞവരുണ്ടായി. ഇതെല്ലാം ദർശനങ്ങളിൽ കിട്ടിയതാണെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പ്രവാചകൻ ഏത്, വ്യാജപ്രവാചകൻ ഏത് എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതി ചില ഘട്ടങ്ങളിലെങ്കിലും സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ സത്യം ഇതാണ്, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ഇതാണ് സ്വീകരിക്കേണ്ടത്, ഇതാണ് മാനദണ്ഡം എന്ന് പറയാൻ ആരെങ്കിലും വേണ്ട സാഹചര്യം സഭയിലുണ്ടായി. സഭയിൽ ഹൈറാർക്കിക്കലായ ശുശ്രൂഷ ഉണ്ടാകുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്, വളരെ പ്രായോഗികമായിട്ട് പറയുമ്പോൾ. രണ്ടാമത്തെ ഒരു കാര്യം, സഭയിൽ ഘടനാപരമായ കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടാൻ, ഘടനകൾ ഉറപ്പിക്കപ്പെടാൻ വേറൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. അതായത് അപ്പസ്തോലന്മാരുടെ കാലശേഷം പിന്നീട് എങ്ങനെ ഈ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം പവിത്രമായും അവികലമായും തെറ്റുകൂടാതെയും സൂക്ഷിക്കപ്പെടും എന്നുള്ള ചോദ്യവും എന്നുള്ളൊരു വിഷയവും ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു സഭയിലെ ഘടനകൾ എന്ന് പറയുന്ന കാര്യം. എഴുതപ്പെട്ട പാരമ്പര്യം ബൈബിളിലുണ്ട്, എന്നാൽ എഴുതപ്പെടാത്ത പാരമ്പര്യം സംരക്ഷിക്കാനുള്ള ഘടനകൾ സഭയിൽ വേണമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിവിധ തരത്തിലുള്ള സ്ഥാപന രൂപമെടുത്ത സഭയുടെ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വിവിധ ശുശ്രൂഷകൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വരങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും, ശ്രദ്ധേയമായ വരങ്ങളാണെങ്കിലും അല്ലെങ്കിലും, അതെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണ്. ഉപദേശവരം, ആശ്വാസവരം, ശുശ്രൂഷ ചെയ്യാനുള്ള വരം, ഭരണനിർവഹണം, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഭാഷാവരമുള്ളവർ, രോഗശാന്തി വരമുള്ളവർ, അത്ഭുത പ്രവർത്തന വരമുള്ളവർ മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ട ആൾക്കാർ, മറ്റുള്ളവരും അങ്ങനെയുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. സഭയിലെ 2 വിശുദ്ധരെ പറ്റി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഒന്ന് വിശുദ്ധ തോമസ് അക്വിനാസ്, രണ്ടാമത്തത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഈ 2 പേരിലും പ്രകടമായിരുന്ന വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ 2 തരത്തിലുള്ളതായിരുന്നു. ഒരുപക്ഷെ നമുക്കിപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പ്രകടമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. വത്തിക്കാൻ കൗൺസില് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ 12 പ്രാവശ്യമെങ്കിലും വരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, വിവിധ വിഷയങ്ങളെപ്പറ്റി പറയുന്ന പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നുള്ളത് ഏതെങ്കിലും നവീകരണ പ്രസ്ഥാനത്തിൻ്റെ സ്വകാര്യ സ്വത്തോ അവർക്ക് കിട്ടുന്ന പ്രത്യേക ഒരു ആനുകൂല്യമല്ല,
സഭയിൽ മുഴുവനായിട്ടുള്ളതാണ്, വിവിധ രൂപത്തിലാണ് അത് പ്രകടമാകുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ആ വരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹയരാർക്കി എന്ന് പറയുന്ന കാര്യം. സഭയിലെ ഹയരാർക്കി എന്ന് പറയുന്നത് സഭയുടെ തുടർച്ചയും സഭയുടെ ഐക്യവും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഹയരാർക്കിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഹയരാർക്കിയിൽ അല്ലെങ്കിൽ ഹയരാർക്കിയിൽ ഉള്ളവരിൽ പ്രകടമാകുമ്പോഴാണ് അവർക്ക് അതൊരു അധികാര നിർവഹണമാകാതെ ശുശ്രൂഷയാക്കി നിർവഹിക്കാൻ സാധിക്കുന്നത്. അത് പ്രബോധനമായാലും ഭരണനിർവഹണമായാലും മറ്റ് ശുശ്രൂഷകളാണെങ്കിലും വരങ്ങൾ അതിനെ ഒരു ശുശ്രൂഷയാക്കി സേവനമാക്കി മാറ്റും. വരങ്ങളില്ലെങ്കിൽ അത് വെറും അധികാര പ്രയോഗമായിട്ട് മാറുകയും ചെയ്യും. നല്ല ഒരു ഉദാഹരണം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിലുണ്ട്. 15-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. ജെറൂസലേം കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വിശുദ്ധ പത്രോസ് സംസാരിക്കുകയാണ്. ഈ 28-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പത്രോസ് പറയുകയാണ്, തീരുമാനങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, ഇത് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി. ഞങ്ങൾക്ക് മാത്രം തോന്നി എന്നല്ല, പരിശുദ്ധാത്മാവിന് മാത്രം തോന്നി എന്നല്ല, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി എന്നാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പിൽ പത്രോസ്ലീഹ പറയുന്നത് ഇതൊരു കല്ലേൽ പിളർക്കുന്ന കൽപ്പനയാണെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി. എത്രയോ സൗമ്യമായ രീതിയിലാണ് വിശുദ്ധ പത്രോസ് ഒരു തീരുമാനത്തെ അവതരിപ്പിക്കുന്നത്. അതിൽ പറഞ്ഞില്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ പറയാവുന്ന കാര്യം എത്രയോ അടുപ്പമുള്ള ഭാഷയിലാണ് വിശുദ്ധ പത്രോസ് പറയുന്നത് ഓർക്കണം. ഒരു വരങ്ങളാൽ നിറഞ്ഞ ഒരാൾ ഭരണപരമായ ഒരു കാര്യം അവരെ അറിയിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുകൊണ്ട് സൗമ്യമായ രീതിയിൽ പറയുന്നൊരു ഉദാഹരണമാക്കി നമുക്ക് ഇതെടുക്കാവുന്നതാണ്. അതുകൊണ്ട് സഭയിൽ 2 കാര്യങ്ങളുണ്ട്. വരപ്രധാനമായ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്ഥാപന സ്വഭാവമുണ്ട്. ഇത് രണ്ടും ആവശ്യമാണ്. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. രണ്ടിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കേണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സഭയുടെ സ്ഥാപന സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ, സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ ശുശ്രൂഷ സ്ഥാപനങ്ങളെ പറ്റി അല്ല പറയുന്നത്, അതിൻ്റെ സ്ട്രക്ചറൽ സ്വഭാവം, ഘടനാപരമായ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞനായ ജോൺ സിസിയോലാസ് അങ്ങനെ ഈ സഭയുടെ സ്ഥാപനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ഘടനാപരമായ കാര്യങ്ങൾ നൽകപ്പെടണം, അത് നൽകപ്പെട്ടിട്ടില്ല എന്ന് തോന്നാവുന്ന രീതിയിൽ നൽകപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു കാര്യം ഇല്ല എന്ന മട്ടിൽ വരുത്തക്ക രീതിയിൽ വേണം അത് ലഭിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അല്പം കൂടെ പ്രകടമായിട്ട് വ്യക്തമായിട്ട് വന്നേക്കും. അദ്ദേഹം പറയാണ്, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദ ഗിവൺ മേ ബി ഗിവൺ ആസ് ഇഫ് ദേ ആർ നോട്ട് ഗിവൺ അറ്റ് ഓൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഘടനാപരമായ കാര്യങ്ങൾക്കല്ല പ്രാമുഖ്യം കിട്ടേണ്ടത്, പക്ഷെ അതും പ്രാർത്ഥിച്ച് ലഭിക്കേണ്ട സംഗതികളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഘടനാപരമായ കാര്യങ്ങൾ ഉണ്ടാവണം, അതുപോലെ തന്നെ വരപ്രധാനമായ വരബദ്ധമായ കാര്യങ്ങളും ഉണ്ടാവണം. അവയുടെ പരസ്പര പൂരകത്വം രണ്ടിനെയും സംരക്ഷിച്ചു നിർത്തും, രണ്ടിനെയും ശുദ്ധീകരിക്കും, രണ്ടിനെയും നവീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് രണ്ടും ആവശ്യമാണ്. ഇതാണ് സഭയുടെ ഉള്ളിൽ നടക്കേണ്ട ഘടനാപരമായ അല്ലെങ്കിൽ വരപ്രധാനമായ കാര്യങ്ങളുടെ സംഭാഷണത്തിൻ്റെ ശൈലി. പരസ്പരം സംഭാഷണത്തിലായിരിക്കുകയും പരസ്പരം ശുദ്ധീകരിക്കുകയും പരസ്പരം നവീകരിക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോഴെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചിലപ്പോഴെങ്കിലും കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ തുടർന്നുള്ള സംഭാഷണങ്ങൾ പരസ്പരം അനുദപിക്കാനും കർത്താവിൻ്റെ മെച്ചപ്പെട്ട ശരീരങ്ങളാക്കി മാറാനും ഇടയാവും എന്നുള്ളതാണ് വാസ്തവം. 1998 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചും വരപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് ഇവ രണ്ടും സഭയിൽ അത്യാവശ്യമാണെന്നാണ്. അത്യാവശ്യമായിട്ടുണ്ടാവേണ്ട ഈ 2 ഘടകങ്ങളാണ് സഭയെ സൃഷ്ടിക്കുന്നത് എന്ന് 1998 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു. ഇതേ കാര്യം തന്നെ വത്തിക്കാൻ കൗൺസിൽ വേറെ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. അതായത് സഭയുടെ എസൻഷ്യലായ 2 ഭാഗങ്ങളാണ് വരപ്രധാനമായ ഘടകങ്ങളും അതുപോലെ തന്നെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും. ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉപയോഗിക്കുന്ന 2 ഉദാഹരണങ്ങൾ, ഒന്ന് മാതാവിൻ്റെ പ്രകൃതം, 2
വിശുദ്ധ പത്രോസിൻ്റെ സ്വഭാവം. ഇത് രണ്ടും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സഭയ്ക്ക് രണ്ട് മുഖങ്ങളും വേണം. ഒരു മരിയൻ ഫേസ്, അതുപോലെ തന്നെ ഒരു പെട്രൈൻ ഫേസ്, പത്രോസിൻ്റെ മുഖം. ഇത് രണ്ടും ചേരുമ്പോഴാണ് സഭ സഭയായിട്ട് മാറുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. മാതാവാണോ പത്രോസാണോ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. ഇത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഒരു ശരീരത്തിൽ ഹൃദയമാണോ തലച്ചോറാണോ കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസമായിരിക്കുന്നത് പോലെയായിരിക്കും വിശുദ്ധ പത്രോസിനെയും പരിശുദ്ധ മറിയത്തെയും താരതമ്യപ്പെടുത്തിയാൽ എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. അപ്പം അങ്ങനെ വരപ്രധാനമായൊരു സഭയുടെ ലക്ഷണം എന്താണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു സഭയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വളരെ ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു ലക്ഷണം, ഇത്തരം ഒരു സഭ എപ്പോഴും വിശുദ്ധിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും, വിശുദ്ധിയിലേക്ക് ആൾക്കാരെ നയിച്ചുകൊണ്ടിരിക്കും, വിശുദ്ധിയോട് വലിയ ആഭിമുഖ്യം ഉണ്ടാവും. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നിറയുന്ന ഒരു സഭയുടെ സ്വഭാവം അതെപ്പോഴും വിശുദ്ധിയെപ്പറ്റി പറഞ്ഞ് വിശുദ്ധിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, ആ സഭയിൽ സുവിശേഷ വേലയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവും. സുവിശേഷം നിരന്തരം പ്രഘോഷിക്കപ്പെടും, അനേകരെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ സഭയിൽ നിന്ന് മിഷണറിമാർ ഉണ്ടാവുകയും ചെയ്യും. വരപ്രധാനമായ പരിശുദ്ധാത്മാവിന് ഊന്നൽ കൊടുക്കുന്ന സഭയിൽ വിശ്വാസം സംരക്ഷിക്കപ്പെടാനുള്ള പോഷിപ്പിക്കപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിശ്വാസത്തിൽ വെള്ളം ചേർക്കാനോ മായം ചേർക്കാനോ അവിടെ ഇടവരികയില്ല. അപ്പോൾ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം കിട്ടും. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ വ്യാപ്തി മറ്റുള്ളവരിലേക്കും അതുപോലെ വ്യക്തികളിൽ വീണ്ടും വീണ്ടും ആഴപ്പെടാൻ അവിടെ ഇടയാവുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിറയുന്ന വരപ്രധാനമായിട്ടുള്ളൊരു സഭയിൽ, കരിസ്മാറ്റിക്കായ ഒരു സഭയിൽ വിശ്വാസ കൂട്ടായ്മ പോഷിപ്പിക്കപ്പെടും. കമ്മ്യൂണിയൻ എന്ന് പറയുന്ന കാര്യം, കൂട്ടായ്മകൾ പോഷിപ്പിക്കപ്പെടും. അവിടെ ഐക്യം ഉണ്ടാവും. ആ ഐക്യത്തിൻ്റെ അടയാളമായിട്ട് ഹൈറാർക്കിയിലുള്ളവർ നിൽക്കുകയും ചെയ്യും. മെത്രാന്മാരും വൈദികരും മാർപ്പാപ്പയോടുള്ള ഐക്യത്തിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് ഐക്യത്തിൻ്റെ സാക്ഷികളായിട്ട് അവർ മാറുകയും ചെയ്യും. ചുരുക്കത്തിൽ കരിസ്മാറ്റിക് സഭ എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഉണ്ടെങ്കിലുണ്ട് നല്ലത് എന്ന് പറയാവുന്ന സംഗതിയല്ല, ഉണ്ടാവേണ്ട സംഗതിയാണ്. അവസാനത്തെ ഒരു അടയാളം ആയിട്ട് പറയാവുന്നത്, ഒരു കരിസ്മാറ്റിക് സഭയിൽ എപ്പോഴും പാവപ്പെട്ടവരോട് പാവങ്ങളോട് താല്പര്യം ഉണ്ടാകും. ആദ്യമ സഭയിൽ നമ്മളത് കാണുന്നതാണ്, തുടക്കത്തിൽ തന്നെ കാണുന്നതാണ്. ഇല്ലാത്തവരോട്, വേദന അനുഭവിക്കുന്നവരോട്, സഹിക്കുന്നവരോട് വലിയ ആഭിമുഖ്യം ഉണ്ടാകും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരിലേക്ക് എത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യും. ഇതൊരു കരിസ്മാറ്റിക് സഭയുടെ ഏതാനും ലക്ഷണങ്ങളാണ്. ഇത് ശരിയാണെങ്കിൽ നമ്മുടെ സഭയിൽ, അല്ലെങ്കിൽ നമ്മുടേതുപോലുള്ളൊരു സഭയിൽ വാസ്തവത്തിൽ ഇനിയും നടക്കേണ്ട സംഗതി എന്താണ്? കരിസ്മാറ്റിക് ധ്യാന പ്രസ്ഥാനങ്ങൾ നല്ലതുപോലെ സജീവമാണ്, സഭയും തീർച്ചയായിട്ടും വളരെ സജീവമാണ്. ഇത് രണ്ടും രണ്ടായിട്ട് വേർതിരിഞ്ഞോ വ്യതിരിക്തമായിട്ടോ നിൽക്കാതെ കൂടുതൽ ശക്തമാവേണ്ടത് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട മുന്നോട്ട് പോകേണ്ട വഴി എന്നുള്ളത് സഭയുടെ നവീകരണവും നവീകരണ പ്രസ്ഥാനങ്ങളുടെ നവീകരണമാണ് സഭയിൽ നിരന്തരം നടക്കേണ്ട സംഗതി. സഭയുടെ നവീകരണം, അതുപോലെ തന്നെ നവീകരണ പ്രസ്ഥാനങ്ങളുടെ നവീകരണവും. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സാരമായ സ്വാധീനം ഉണ്ടാക്കിയ ഒരു കർദിനാളാണ് കാർഡിനൽ സൂനൻസ്. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിലെ ആർച്ച് ബിഷപ്പായിരുന്നു കാർഡിനൽ സൂനൻസ്. അദ്ദേഹം കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തെ തന്നെ നവീകരിച്ച ശക്തമാക്കിയ ഒരാളാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ഒരു പ്രസ്ഥാനമല്ല, അതിന് ഒരു തുടക്കക്കാരനും സ്ഥാപകനും ഇല്ല. പക്ഷേ മറിച്ച് അതൊരു ആത്മീയമായ ഒരു മുന്നേറ്റമാണ്, സഭയിലുള്ള ആത്മീയമായ മുന്നേറ്റമാണ്. പോളാറാമൻ മാർപ്പാപ്പ ഇത് നന്നായിട്ട് സ്വീകരിച്ച ഉൾക്കൊണ്ട ഒരാളാണ്. അതുകൊണ്ട് 1975 പോളാറാമൻ മാർപ്പാപ്പ പറയുന്നത്, നവീകരണ പ്രസ്ഥാനമെന്ന് വിളിച്ചാലും ഈ മുന്നേറ്റം സഭയ്ക്കും ലോകത്തിനും വലിയൊരു അവസരമാണ്. അതായത് പരിശുദ്ധാത്മാവിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആത്മാവിനോട് തുറവ് ഉള്ളവരായി ജീവിക്കാനുള്ള വലിയ ഒരു അവസരമായിട്ട് പോൾ ആറാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സഭ ഒന്നടങ്കം എന്താണ് ചെയ്യേണ്ടത്? ഒരുത്തരം 1992 അന്ന് കാർഡിനൽ റാറ്റ്സിംഗർ, പിന്നീട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. കാർഡിനൽ റാറ്റ്സിംഗർ പറഞ്ഞൊരു കാര്യമാണ്, പെന്തക്കോസ്തായുടെ സംസ്കാരം നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആദ്യത്തെ പെന്തക്കോസ്തായുടെ രഹസ്യങ്ങൾ നമ്മൾ കൂടുതൽ സ്വീകരിക്കണം. അതായത് കൂടുതൽ പ്രാർത്ഥന, കൂടുതൽ പ്രഘോഷണം, കൂടുതൽ കൂട്ടായ്മ, അതുപോലെ കൂടുതൽ വിശുദ്ധി. ഇതാണ് കൂടുതൽ പ്രാർത്ഥനയും കൂടുതൽ കൂട്ടായ്മയും
കൂടുതൽ പ്രഘോഷണവും കൂടുതൽ വിശുദ്ധിയും. ഇത് പെന്തക്കോസ്തായുടെ സംസ്കാരമാണ്. ഇതേ കാര്യം തന്നെ 2004 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പറഞ്ഞിട്ടുണ്ട്. അതായത് ആദിമ പെന്തക്കോസ്തായുടെ ചൈതന്യം സഭയിൽ കൂടുതൽ കൂടുതൽ ആഴമായിട്ട് മാറണം എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പറഞ്ഞത്. വീണ്ടും 9 കൊല്ലങ്ങൾക്ക് ശേഷം 2013 ലോക യുവജന ദിനത്തിൽ, പനാമയിൽ വെച്ച് നടന്ന ലോക യുവജന ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. സഭ കൂടുതൽ കൂടുതൽ പെന്തക്കോസ്തായോട് അടുത്ത് നിൽക്കണം, പെന്തക്കോസ്തായുടെ ചൈതന്യം സ്വീകരിക്കണം എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞത്. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ സഭ നവീകരിക്കപ്പെടുമ്പോൾ അതേതെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നടക്കേണ്ട സംഗതിയല്ല, മറിച്ച് സഭയിൽ മുഴുവനായിട്ട് നടക്കേണ്ട സംഗതിയാണ്. സഭയിൽ മുഴുവനായിട്ട് നടക്കേണ്ടതാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഏതെങ്കിലും പോക്കറ്റുകളിൽ ഒതുങ്ങേണ്ട സംഗതിയല്ല, സഭയിൽ മുഴുവനും സംഭവിക്കേണ്ട, സ്വീകരിക്കപ്പെടേണ്ട സംഗതിയാണ്. എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു ചിന്ത, ഒരു കാലത്ത് നമ്മുടെ സഭയിൽ ധ്യാന കേന്ദ്രങ്ങൾ ഇല്ലാതാവുകയും എന്നിട്ട് ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന സകല ശുശ്രൂഷകളും അവിടെ നിന്ന് ലഭിക്കുന്ന സകല കൃപകളും എല്ലാ ഇടവകളിലും കിട്ടുന്ന സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. ആ ചിന്തയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പോലും ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു കാര്യം ഞാൻ കണ്ടത്, 1975 പെന്തക്കോസ്തായ്ക്ക് ശേഷമുള്ള തിങ്കളാഴ്ച പോളാറാമൻ മാർപ്പാപ്പ റോമിൽ വിശുദ്ധ ബലി അർപ്പിക്കുകയും അന്നത്തെ വിശുദ്ധ ബലിയിലെ പ്രസംഗം പറയുകയും ചെയ്തത് കാർഡിനൽ സൂനൻസ് ആയിരുന്നു. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഏതാണ്ട് ഇതുപോലൊരു സംഗതിയാണെന്ന് അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. കാർഡിനൽ സൂനൻസ് പറഞ്ഞത്, കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ഇല്ലാതാവട്ടെ, അത് പതുക്കെ അപ്രത്യക്ഷമാവട്ടെ, പകരം സഭ മുഴുവനും കരിസ്മാറ്റിക് ചൈതന്യത്തിലേക്ക് വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കൊണ്ടുവരുന്ന ഉപമ ഒരു നദി അത് സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറഞ്ഞതായിട്ട് സഭ മുഴുവനും മാറുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. അങ്ങനെ മാറുന്ന സമയത്ത് നമുക്കറിയാം, ആ വ്യക്തിക്കോ ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാന ഗുരുവിനോ ധ്യാന കേന്ദ്രത്തിനോ അല്ല പ്രാധാന്യം പരിശുദ്ധാത്മാവിനാണ്. സഭ ഏത് തരത്തിൽ, ഏത് രൂപത്തിൽ, ഏതെല്ലാം ഊന്നലുകളിലൂടെ കടന്നു പോകണം എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും പഠിപ്പിക്കും. ആ വിവേചനം സഭയ്ക്കുള്ളിൽ നടക്കും. ആ സഭയ്ക്കുള്ളിലാണ് നടക്കേണ്ടത്. ആ സമയത്ത് വിവിധങ്ങളായ വരങ്ങൾ സഭയിൽ പല തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഹൈറാർക്കിക്ക്, ശുശ്രൂഷകർക്ക്, വചനപ്രഘോഷകർക്ക്, വചനം വ്യാഖ്യാനിക്കുന്നവർക്കെല്ലാം അതിൻ്റേതായ പങ്കുണ്ടാവും. പരിശുദ്ധാത്മാവിൽ വരങ്ങളും കൃപകളും സ്വീകരിക്കുകയും സഭയെ മുഴുവൻ ശക്തിപ്പെടുത്തുകയും അത് ദൈവ രാജ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയായിട്ട് മാറുകയും ചെയ്യുന്നതിൽ. ചുരുക്കത്തിൽ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോ ഏതെങ്കിലും ഒരു പക്ഷത്തിനോ ഏതെങ്കിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങൾക്കോ ഉള്ളതല്ല, സഭയിൽ മുഴുവൻ സംഭവിക്കേണ്ട ഒരു നവീകരണത്തിൻ്റെ പാതയായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്, ശക്തിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് തുടർന്നും സഭയെ ആത്മാവിൻ്റെ വരങ്ങളിലും ദാനങ്ങളിലും ഫലങ്ങളിലും ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ.